നീക്കി ഒടുവിൽ ഷൈൻ ടോം ചാക്കോ തിരിച്ചെത്തുകയാണ്. നാളെ വൈകിട്ട് 3 മണിക്ക് കൊച്ചി നോർത്ത് പോലീസ് സ്റ്റേഷനിൽ ഷൈൻ ചോദ്യം ചെയ്യലിന് ഹാജരാകും. തൃശൂരിലെ വീട്ടിലെത്തി പോലീസ് നോട്ടീസ് കൈമാറിയതോടെയാണ് കുടുംബം നിലപാടറിയിച്ചത്. കേസ് നടത്തി പരിചയമുണ്ടെന്നും ഓലപ്പാമ്പ് കാട്ടി പേടിപ്പിക്കേണ്ടെന്നും ഷൈനിന്റെ പിതാവ് CP ചാക്കോ പ്രതികരിച്ചു. കേസ് നടത്തിയിട്ട് പരിചയമുണ്ട്. അപ്പൊ കേസ് എപ്പോഴാവണേന്ന് നമുക്കറിയാം. അങ്ങനെ കുറെ ഓലപ്പാമ്പുകളല്ലേ, അതൊക്കെ വരിട്ടാവും. അത് കഴിഞ്ഞിട്ട് കേസാകുമ്പോ നമുക്ക് വക്കീലിനായിട്ട് ബന്ധപ്പെടാം. ഹോട്ടലിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടത് എന്തിനെന്ന് ഷൈന് പോലീസിന് മുന്നിൽ വിശദീകരിക്കേണ്ടി വരും. ആരോ ആക്രമിക്കാൻ വരുന്നുവെന്ന് ഭയപ്പെട്ട് ഓടിയതാണെന്നാണ് ഷൈന്റെ മാതാപിതാക്കളുടെ വാദം. ബോൾഗാട്ടിയിലെ പഞ്ചനക്ഷത്ര ഹോട്ടലിൽ മുറിയെടുത്ത് 2 മണിക്കൂറുകൾക്കകം ഷൈൻ അവിടെ നിന്നും കടന്നു കളഞ്ഞതോടെ ഈ വാദം പൊളിഞ്ഞിരിക്കുകയാണ്. ലഹരി പരിശോധനയിൽ നിന്ന് രക്ഷപ്പെടാൻ തന്നെയാണ് ഷൈൻ ഓടിയതെന്നാണ് പോലീസ് സംശയിക്കുന്നത്. ആൾക്കെതിരെ കേസുകളൊന്നും രജിസ്റ്റർ ചെയ്തിട്ടില്ല. മറ്റു കോൺട്രാബാൻഡൊന്നും അയാളുടെ നമുക്ക് കിട്ടിയിട്ടില്ല. മറ്റു തുടർ നടപടികൾ മേലുദ്യോഗസ്ഥരായിട്ട് ആലോചിച്ച ശേഷം എടുക്കും. അയാൾ ഓടിപ്പോകേണ്ട കാര്യമുണ്ടല്ലോ. സെലിബ്രിറ്റിയാണ്, നമ്മൾ ഓടിപ്പോകുന്നൊരു വിശ്വാസം ഇല്ലല്ലോ. അങ്ങനെ ഓടിപ്പോയത് എന്താണെന്ന് ഇയാളെ കണ്ടെത്തി ചോദ്യം ചെയ്താൽ കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ഇനി എന്ത് പുതിയ കഥയുമായാണ് ഷൈൻ പോലീസിന് മുന്നിൽ എത്തുകയെന്നാണ് അറിയാനുള്ളത്. നാളെ പോലീസിന് മുന്നിൽ ഹാജരായാൽ ലഹരി ഉപയോഗിച്ചിരുന്നോ എന്നറിയാൻ പരിശോധന നടത്താനുള്ള സാധ്യതയും ഉണ്ട്. ഇനി നാളെ വന്നില്ലെങ്കിൽ ഷൈന് വീണ്ടും നോട്ടീസ് നൽകും. പോലീസിനെ വെട്ടിച്ച് കടന്ന ഷൈൻ ടോം തമിഴ്നാട്ടിലെത്തിയതായി പോലീസ് സ്ഥിരീകരിച്ചിരുന്നു. സിനിമാ സംഘടനകളുടെ നടപടികളോട് ഷൈൻ ടോം സഹകരിക്കും. വിൻസിയുടെ പരാതിയിൽ സൂത്രവാക്യം സിനിമയുടെ ICക്ക് മുൻപാകെ ഹാജരായി ഷൈൻ തന്റെ ഭാഗം വിശദീകരിക്കും. അഭിനേതാക്കളുടെ സംഘടന നൽകിയ നോട്ടീസിനും മറുപടി നൽകും. ഷൈൻ വിഷയം ചർച്ച ചെയ്യാൻ തിങ്കളാഴ്ച ഫിലിം ചേംബർ അടിയന്തര യോഗവും ചേരുന്നുണ്ട്. മാതൃഭൂമി ന്യൂസ്, കൊച്ചി, തൃശൂർ.